വിവാഹത്തിന് തൊട്ടു പിന്നാലെ ദിയയും അശ്വിനും ആരുടെയും വീട്ടിൽ നിൽക്കാതെ സ്വന്തമായി ഫ്ലാറ്റിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ അശ്വിന് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എന്നതാണ് അശ്വിൻ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റിലേക്ക് മാറുമ്പോൾ എല്ലാവർക്കും ആദ്യം ഒരു ബുദ്ധിമുട്ട് വരും. കാരണം ദിയ ആയാലും ഇത്രയും നാളും വീട്ടിലെ സഹായത്തോടെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അവിടെ അപ്പച്ചിയും അതുപോലെ സഹോദരിമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യേണ്ടതായി തന്നെ ആവശ്യവുമില്ല. അശ്വിനും അതുപോലെ തന്നെയാണ്. ഇത്രയും നാളും അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം നിന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലാറ്റിലേക്ക് മാറിയപ്പോൾ ഒരു ഏകാന്തത തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പരസ്പരം അവരുടെ ജീവിതത്തിൽ അതാണ് നല്ലത് എന്നവർ തിരിച്ചറിഞ്ഞു. ആദ്യമുണ്ടായിരുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവർ പരസ്പരം കൈകാര്യം ചെയ്യാനൊക്കെ പഠിച്ചു കഴിഞ്ഞു. ട്രിപ്പ് പോകുന്നത് പോലെ അല്ല ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ. ട്രിപ്പ് കുറച്ച് ദിവസത്തേക്കായിരിക്കും, പ്ലാൻഡ് ആയിരിക്കും. നമ്മുടെ കൂടെ ഒരു ഹോളിഡേയ്സ് കൂടെ കാണും. അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ ഒരുമിച്ചൊരു ജീവിതത്തിലാകുമ്പോൾ ഇതുപോലെ ചില ഒറ്റപ്പെടൽ അവസ്ഥയൊക്കെ നമുക്ക് തോന്നും. കാരണം ദിയയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഒരു വീട്ടിൽ താമസിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ദിയയ്ക്ക് അങ്ങനെ താമസിക്കുമ്പോൾ ആദ്യമൊക്കെ ബുദ്ധിമുട്ട് തോന്നുമെന്ന് മനസ്സിലാകുന്നു. എന്നാൽ അശ്വിന് അത് തോന്നിയല്ലോ. എല്ലാവർക്കും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ അച്ഛനമ്മയും വിട്ട് നമ്മൾ നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നോക്കാനൊക്കെ നമുക്ക് ഇത്തിരി പ്രയാസമായിരിക്കും. ആ ഒരു സമയത്തായിരിക്കും നമ്മളതൊക്കെ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടതായി വരും. ഇത് തന്നെയാണ് അശ്വിനും പറയുന്നത്. അശ്വിൻ അത്തരത്തിലൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകാം, ദിയയും അനുഭവിച്ചിട്ടുണ്ടാകാം. ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രയാസമാണ് ഉണ്ടായിരുന്നത്. ഓരോ തവണയും ഇത്തരത്തിലൊക്കെ മാറി വരും എന്നതാണ് സത്യം. ഇപ്പോൾ ഓമിയം കൊണ്ട് ഫ്ലാറ്റിലേക്ക് മാറാനൊക്കെ അവർക്കൊരു പ്രയാസവുമില്ല. അവരത് ശ്രമിക്കാറും ചെയ്യാറുമൊക്കെയുണ്ട്. ഓരോ തവണയും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലേക്കും ഇത് നോക്കുന്നുണ്ട്. അശ്വിനെക്കുറിച്ചാണ് ഇപ്പോൾ കുറച്ച് ദിവസമായി ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത്. അശ്വിൻ എന്തൊക്കെയാണ് പറയാനുള്ളത്, അശ്വിൻ എന്തൊക്കെ പറയുന്നു എന്നതാണ് എല്ലാവരും നോക്കുന്നൊരു കാര്യം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ദിയയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ വരുമ്പോൾ അശ്വിനെക്കുറിച്ചുമുള്ള ചർച്ചകളും പ്രേക്ഷകർ നടത്താറുണ്ട് എന്നത് സത്യമാണ്. എല്ലാവരും വളരെയധികം വ്യക്തമായി തന്നെയാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തന്നെ കാണുകയും ചെയ്യുന്നത് എന്ന് പറയുന്നത് സത്യമാണ്. എല്ലാവരും നോക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ അത് മനസ്സിലാക്കി തന്നെയാണ് നോക്കുകയും പറയുകയും ചെയ്യുന്നത്. ആരാധകർ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വാർത്തയായും ഇത് മാറുന്നുണ്ട് എന്നതും സത്യം തന്നെയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് എന്നുകൂടി പറയുന്നുണ്ട്. ആരാധകരും വളരെയധികം സ്നേഹത്തോടെയാണ് ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വളരെയധികം വ്യക്തമായി തന്നെയാണ് ഇത് ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.